ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനഘ ഡിസ്ചാർജ് ആവുക ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഇതേ നമ്മുടെ ഡോക്ടർ അനഘയോട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. മരുന്നൊക്കെ വീട്ടിൽ പോയാലും കൃത്യമായി കഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടതിന് മൂർത്തി സാറ് മുടക്കിയ പണത്തിനൊന്നും അർത്ഥമില്ലാതായി പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ അതെല്ലാം കേട്ട് അനഘ ഇങ്ങനെ തലയായിട്ട് ഇരിക്കുക കേട്ടോ. ഇതേ പിന്നെ ഞാൻ ഒന്ന് തെറ്റുമ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ തെറ്റുമ്പോഴേക്കും ഒന്ന് എഴുന്നേക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് കൂടെയുള്ള ചേച്ചി ഇങ്ങനെ ഡോക്ടറോട് പറയുമ്പം അങ്ങനൊന്നും ചെയ്തേക്കരുത്, എങ്ങാനും തെറ്റിയൊന്ന് വീഴുകയോ മറ്റോ ചെയ്താൽ വീണ്ടും പഴയ കിടപ്പ് കിടക്കേണ്ടി വരും കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ പിന്തുടരുകയാണെങ്കിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യാമെന്നും പറഞ്ഞു. സംസാരിച്ചും തുടങ്ങും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അനഘയുടെ അടുത്തിരുന്ന് അനഘ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കുന്ന ഒരു കുഞ്ഞു മോളുണ്ട് അനഘയ്ക്ക്. സത്യം പറഞ്ഞാലേ ആ കുഞ്ഞ് ഈ ഹോസ്പിറ്റലിലെ എല്ലാവരുടെയും മനം കവർന്നിരിക്കുകയാണെന്ന കാര്യമൊക്കെ പറയുവാണ്. നേരത്തെ അമ്മ എപ്പം നടക്കും ഡോക്ടർ എന്നായിരുന്നു ആ കുഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൾ ചോദിക്കുന്നത് എപ്പോൾ സംസാരിക്കുമെന്നാണെന്നു ഡോക്ടർ. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കഠിനാധ്വാനം ശരിക്കും ചെയ്യുന്നത്. പിന്നെ ഈശ്വരൻ്റെ സഹായവും അനഘയ്ക്ക് വേണ്ടുവോളം ഉണ്ടെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അനഘയെ മുറിയിലേക്ക് കൊണ്ടുപോകണു. അങ്ങനെ മുറിയിലേക്ക് പതുക്കെ അനഘ ചെന്നു. ബെഡേ കിടക്കുന്നു. അപ്പോൾ ചന്തുമോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഏത് നേരം ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പഠിക്കാനൊന്നും പോകണ്ടേ മോളെ എന്ന് ചന്തുമോളോട് ചോദിച്ചു അവിടുത്തെ നേഴ്സ്. അപ്പം ഞാനിവിടുന്ന് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ചന്തുമോള്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അമ്മയുടെ കൈയും പിടിച്ച് സ്കൂളിലൊക്കെ പോകാൻ കേട്ടോ എന്ന് നേഴ്സ് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞ് കുഞ്ഞിരിക്കുക. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ആ ചേച്ചിയാണെങ്കിൽ വന്ന് നമ്മുടെ കുഞ്ഞിനെ കാര്യമായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നു. ഈ സമയത്ത് വേറൊരു നേഴ്സ് അങ്ങോട്ടേക്ക് കയറി വരുവാണേ. ആ നേഴ്സ് കയറി വന്ന് അനഘയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് തുടങ്ങുവാണ്. ആ സമയം അനഘ ഇങ്ങനെ ആ പുള്ളിക്കാരി ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അനഘയ്ക്ക് എന്തോ ഒരു സംശയം പോലെ. അപ്പോൾ ഇത് ചന്തുമോൾ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ചന്തുമോളുടെ കണ്ണ് വല്ലാത്തൊരിത്. ഇപ്പോൾ ചന്തുമോൾ ഇങ്ങനെ മുഖം മറച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ കൂടെയുള്ള ചേച്ചി പറഞ്ഞു, അയ്യോ സൂചി കാണുന്നതേ മോൾക്ക് പേടിയാ, മോള് മുഖം തിരിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ചന്തുമോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അമ്മയെ നോവിക്കാതെയല്ലേ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, പിന്നെ എന്തിനാ മോൾ പേടിക്കുന്നേ എന്നാ പുള്ളിക്കാരി ചോദിച്ചു. എന്നിട്ട് അനക്കൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് ഓടി അങ്ങോട്ടേക്ക് കയറി വന്നു. ആ ഇഞ്ചക്ഷൻ പിടിച്ചൊരു ഒറ്റ തട്ടിയേറിയലായിരുന്നു. തലനാരിഴയ്ക്കാണ് അനഘയെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ആദർശിന് കഴിഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കും. അപ്പോൾ എന്തു പണിയാണ് സാറേ കാണിച്ചത് എന്ന് ചോദിക്കുമ്പം എന്തു പണിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ മരുന്ന് അനഘയ്ക്ക് കുത്തിവെച്ചിരുന്നെങ്കിൽ പിന്നെ അനഘ ഉണ്ടാകുമായിരുന്നില്ല എന്ന കാര്യം ആദർശ് പറയൂ കേട്ടോ. അപ്പോഴേക്കും ഇവർ ഞെട്ടി, അനഘയും ഞെട്ടി, ചന്തമോളും ആ ചേച്ചിയൊക്കെ ഞെട്ടി. നേഴ്സിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്തൊക്കെയാണ് സാറേ പറയണേന്ന് ചോദിച്ചു ആ പുള്ളിക്കാരി. എന്നിട്ട് ആ നേഴ്സ് വലിച്ചെറിഞ്ഞ് ആ സാധനം എടുത്തു. അപ്പോൾ സാറേ അതിങ്ങ് നീ നേഴ്സ് പറഞ്ഞു തരാം, ഇത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചെക്ട് ചെയ്ത് തരാമെന്ന് ആദർശ പുള്ളിക്കാരിയോട് പറയാം. അത് കേട്ടപ്പോഴത്തേനും നേഴ്സ് നടുങ്ങി. എന്തായാലും അബിയുടെയും അതുപോലെ നാഗേന്ദ്രൻ്റെ പണി പാളി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തിനാ സാർ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത ശേഷം അസുഖം ഉണ്ടാകുമില്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് പറയാം. ഇതിൻ്റെ ഉള്ളിൽ വിഷമല്ലേ എന്ന് ആ നേഴ്സിനോട് ചോദിക്കുക കേട്ടോ ആദർശ്. അപ്പോഴേക്കും അവരെല്ലാവരും അന്തം വിട്ട് നിൽക്കുക. സാറേ ഞാനിവിടെ 10-12 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പുള്ളിക്കാരി പറയുമ്പം അതെ, അത്രയും വർഷം ജോലി ചെയ്തിട്ടും കുറച്ച് പൈസ കിട്ടിയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടായില്ലേ എന്ന് ആദർശ് ചോദിക്കുന്നു. അതിന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നില്ല, പറയേണ്ടവരോട് പറഞ്ഞോളാമെന്ന് പറയും. അപ്പോൾ സാറേ വെറുതെ എന്നെ കുറ്റക്കാരിയാക്കരുതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി. അപ്പോൾ നിങ്ങൾ അനഘയുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ പോയ മരുന്നാ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന കാര്യം ആദർശ് പറഞ്ഞു. ഇനി മരുന്ന് പറയും സത്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നേഴ്സ് പേടിച്ചു പോയി. അങ്ങനെ ആൻറ്റി ഇതുപോലെ പലരും വരും, പല വേഷത്തിലും വരും, ശ്രദ്ധിച്ചോളണമെന്ന് പറഞ്ഞു. നിങ്ങൾ നടക്കാൻ പറഞ്ഞു. സാറേ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നടക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആദർശി നേഴ്സിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി. തലനാരിഴയ്ക്കാണ് ശരിക്കും അനഘ രക്ഷപ്പെട്ടത്. ഇങ്ങനെ അമ്മയും മോളും കൂടി പിന്നെ മുഖാമുഖം നോക്കി ഇങ്ങനെ ഇരിക്കും. അനഘയാണെ കരയുവാണ്. അപ്പോൾ ആദർശ് ഈ സിറിഞ്ചും ഈ നേഴ്സുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഡോക്ടർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഡോക്ടറോട് പറയുവാണ്. ഡോക്ടർ അത്രത്തോളം സ്നേഹവും കരുതലും ഒക്കെ കാണിച്ചതുകൊണ്ടാണ് അനഘ ഇപ്പം ഇന്ന് ഈ ഒരു അവസ്ഥയിൽ വന്നതെന്നും പറഞ്ഞ് ഈ നേഴ്സ് പേടിച്ചേർന്ന് നിൽക്കുക. എന്നാൽ ഈ ഹോസ്പിറ്റലിലെ സകല റെപ്യൂട്ടേഷൻ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഇങ്ങനെ നോക്കുക കേട്ടോ. അനഘയുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കി ഈ മരുന്നുണ്ടല്ലോ, ഇതൊന്ന് പരിശോധിക്കണം ഡോക്ടർ, ഇത് പോയിസൺ ആണെന്ന കാര്യം ആദർശ് പറഞ്ഞു. അതെന്നിട്ട് ഡോക്ടറുടെ മുന്നിൽ വെച്ച് കൊടുത്തു. ഡോക്ടർ ഇതെടുത്ത് നോക്കുക കേട്ടോ. നേഴ്സാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുന്നു.
അപ്പോൾ ശരിയാണോടി പറഞ്ഞത് എന്ന് കൂടെയുള്ള ജോലിക്കാർ ഈ പുള്ളിക്കാരോട് ചോദിക്കുക. അനഘയ്ക്ക് അപകടം ഉണ്ടാകുമെന്നൊരു മെസ്സേജ് കിട്ടിയെന്നും അതുപ്രകാരമാണ് അനഘയെ ചികിത്സിക്കുന്നവരുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തതെന്നുള്ള കാര്യവും പറഞ്ഞു. അതിൽ സംശയം തോന്നിയ ചിലരുടെ ഫോൺ കോൾ ചോർത്തിയപ്പോഴാണ് ഇങ്ങനൊരു ചതി നടക്കുമെന്ന് മനസ്സിലായതെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ അവരോട് പറയുവാണേ. അപ്പോഴേക്കും സത്യം പറ, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ച നേഴ്സിനോട്. ഇതിലെ മെഡിസിൻ ചെക്ക് ചെയ്താൽ ആദർശ് പറഞ്ഞ ശരിയോ തെറ്റോ എന്ന് അറിയാൻ പറ്റും, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയൊന്നും മറിച്ച് വയ്ക്കാൻ നിനക്ക് സാധിക്കത്തില്ല. നിന്ന് കാര്യം പറ, അനഘയെ കൊല്ലാനായിരുന്നു നിന്റെ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്കാർ പേടിച്ച് നിൽക്കുക. എന്തായാലും നീ ഒന്നും മിണ്ടാത്തത്, നിനക്ക് വാ തുറന്ന് പറയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് ആ നേഴ്സിൻ്റെ ചെവിക്കൽ തീർത്തൊരടിയും കൊടുത്തു കേട്ടോ. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളൊരു മുതിർന്ന ചേച്ചി, അത് ചേച്ചി പ്രായമുള്ളൊരു ചേച്ചി, ആ ചേച്ചി നേഴ്സിനെ വലിച്ചഴിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുക. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ഡോക്ടർക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അനക്ക നടന്നു തുടങ്ങിയെന്ന് അവളുടെ ശത്രുക്കൾ മനസ്സിലാക്കിയത് ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു. ഇനി അനക്കയുടെ മരണം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഉടനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുമല്ലോ ആദർശേ, ഞങ്ങളും കൂടുതൽ കെയർ കൊടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്നുള്ളവരെല്ലാം ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ളവർ ഞങ്ങളുടെ ശത്രുവായി, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊക്കെ ഒരുപാട് മതിപ്പുണ്ടായിരുന്ന ഒരു നേഴ്സാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അനഘയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയ മീനുകളൊന്നുമല്ല, അവരൊക്കെ വമ്പൻ സ്രാവുകൾ തന്നെയാണെന്ന് ആദർശ് പറയാം. നന്നായിട്ട് പൈസ എറിഞ്ഞു കാണും ആ നേഴ്സിൻ്റെ മനസ്സ് മാറ്റാനായിട്ട്. വീട്ടിലൊരുത്തനുണ്ട്, ഡോക്ടർക്ക് അറിയാമല്ലോ, എല്ലാ ചതിയും അവനാ അനഘയുടെ മടങ്ങിയ വരവ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നതെന്നും പറഞ്ഞു. ഞാനൊന്ന് അനഘയെ കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബാക്കിയുള്ള നേഴ്സുമാരോട് നമ്മുടെ ഡോക്ടർ പറയുകയാണ്, എല്ലാവരും വളരെ കെയർഫുള്ളായിരിക്കണം, ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് ശത്രുക്കൾ കയറരുത്, നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം, അതും ആ കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് അനഘ ശരിക്കും ഒന്ന് എഴുന്നേറ്റത്, ഒന്ന് നടന്നു തുടങ്ങിയത്. അതെല്ലാം അവർക്ക് ഓർമ്മ വേണമെന്നും പറഞ്ഞു. ശരിയെന്ന് നേഴ്സുമാരും പറഞ്ഞു. അന്നേരം ഈ അനഘയുടെ കൂടെ നിൽക്കുന്ന ചേച്ചി അനഘയോട്, എന്തൊക്കെയാണ് മോളെ ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയും ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോൾ എന്ത് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കപ്പോഴത്തേക്ക് ആദർശം അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ. സാറ് പറഞ്ഞത് ഉള്ളതാണോ എന്ന് ചോദിച്ചു. ആ നേഴ്സ് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്ന കാര്യം ആദർശ് ഇങ്ങനെ പറയുമ്പോൾ ഇവർ പേടിച്ചരട്ട് നിൽക്കാം. ഇനിയിപ്പോൾ അറിയാം ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത്. എൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത മെസ്സേജ് അയക്കുന്നുണ്ട്. അത് വഴിതെറ്റിക്കുന്ന മെസ്സേജും കാര്യങ്ങളൊന്നുമല്ല, അങ്ങനൊരു മെസ്സേജ് വന്നു, അനഘ ഏത് നിമിഷവും കൊല ചെയ്യപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഞാൻ അനഘയെ നോക്കുന്ന എല്ലാ നേഴ്സുമാരുടെയും ഫോൺ നമ്പർ കളക്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട് സേവിയറിന് കൊടുത്തു. അങ്ങനെയാണ് ഈ നേഴ്സിലേക്ക് എത്തിയത്. അവളൊക്കെ എന്ത് ജന്മങ്ങളാണ് സാറേ എന്ന് ചോദിക്കുമ്പോൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടോ അമ്മ ചേച്ചി. അവരിതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്ന കാര്യം ആദർശ്. ഈ നേഴ്സിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നത് അറിയപ്പെടുന്ന ഒരു ക്രിമിനലാണ്. അയാൾ 2-3 ദിവസമായിട്ട് നിരന്തരമായിട്ട് അവരെ വിളിക്കുന്നുണ്ടെന്നും അതിലൊരു കോളിൽ നിന്ന് അനഘ ഇന്ന് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ തലനാരിഴയ്ക്കാണ് മരണം അകന്നു പോയതെന്നും പറയാണ്. ആ ഒരു സമയത്ത് എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. അനഘ അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട ഒരാളല്ല. നിന്നെ വിഷമിപ്പിച്ച ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവർക്ക് തിരിച്ചടി കിട്ടുന്നത് നിനക്ക് കാണാൻ കഴിയണമെന്നുള്ള കാര്യം ആദർശ് അനഘയോട് പറയാം. അതോടൊപ്പം നിന്റെ മോളുടെ കൂടെ നിനക്ക് ഒരുപാട് കാലം ജീവിക്കാനും കഴിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് ചന്തുമോൾ നമ്മുടെ ആദർശിനെ വിളിച്ചു. അപ്പോഴത്തേക്കും ചന്തുമോളെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക. മോളുടെ അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, അച്ഛനും നയനാമ്മയൊക്കെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ എന്നൊക്കെ ആദർശ് കുഞ്ഞിനോട് പറയുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. ഞാൻ പോവുക കേട്ടോ, പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ അവിടെ നിന്ന് പോവുകയാണേ. ആദർശ് അങ്ങ് പോയപ്പോൾ എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയല്ലേ മോളെ ഇതെന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി അവനെ ചേച്ചി ഇങ്ങനെ പറയണു. അനൊക്കെയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് ദേവയാനി ആദർശിന് അജ്ഞാത സന്ദേശം അയച്ചത് ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് നയനയോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നവ്യ ഒരിക്കലും വെള്ള പൂശരുതെന്ന് പറയുമ്പോൾ നയന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ മോളും ആദർശം വന്നപ്പോൾ നവ്യ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏതോ പേഷ്യൻറ്റിനെ കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയത്. ഇനിയിപ്പോൾ ഞാനത് കേട്ടില്ലായിരുന്നെങ്കിലോ? നിങ്ങൾ പോകുമായിരുന്നു എന്ന് ചോദിച്ചു. പോകുമായിരുന്നു, കാരണം ആദർശേട്ടന് അൺനോൺ മെസ്സേജ് വന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിപ്പോൾ നവ്യ അയച്ച മെസ്സേജ് ഒന്നും അല്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ നവ്യ അയച്ച ആരോടാണോ സംസാരിച്ചത്, അവരയക്കാനുള്ള സാധ്യതയില്ലേ എന്ന് ചോദിച്ചേ. അങ്ങനെ അനഘയെ സഹായിക്കാൻ നവ്യക്കാവുമെന്ന് ദേവയാനി. അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കോ ഇല്ലാതില്ല എന്ന് നയനി അന്നേരം പറഞ്ഞു. അതുകൊണ്ടാണ് ആദർശേട്ടൻ സേവ്യറുടെ അടുത്തോട്ട് പോയത്. അങ്ങനെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പമാവുമേ. ആ അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജൊക്കെ എന്നും എനിക്കും ആദർശേട്ടനൊക്കെ
ഹെൽപ്പായിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് പിന്നാലെ ശരിക്കും പറഞ്ഞാൽ പോവാതിരുന്നത്. ഇനി എന്തായാലും ആരാണ് അതിൻ്റെ പിന്നിലെന്ന് കണ്ടെത്തിയിട്ടേ ആദർശേട്ടൻ അടങ്ങത്തുള്ളൂ എന്നും എനിക്കും ആകാംക്ഷയുണ്ട്. അതാരാണെന്ന് അറിയാനെന്നും നമ്മുടെ നയന പറഞ്ഞു. നവ്യച്ചയുടെ ഇപ്പോഴത്തെ പോക്കൊക്കെ ആർക്കും പിടികിട്ടാത്തൊരു രീതിയിലമ്മേ. ഓർമ്മയായ നാളു മുതൽ ചേച്ചിയെ ഞാൻ കാണുന്നതല്ലേ, അതുകൊണ്ട് ആ മുഖത്തുണ്ടാകുന്ന ഓരോ മാറ്റവും എനിക്ക് നന്നായിട്ട് തന്നെ തിരിച്ചറിയാൻ പറ്റുമെന്നും നയന ഇങ്ങനെ ദേവി എന്നോട് പറഞ്ഞു. ചേച്ചി പല സമയത്തും എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളിനി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമോ മോളെ എന്ന് ദേവയാനി ചോദിക്കും. അത് തന്നെ എൻ്റെ സംശയം. അങ്ങനെയെങ്കിൽ നവ്യേച്ചി നമുക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു. അങ്ങനൊരു നല്ല മനസ്സ് അവൾക്കുണ്ടെങ്കിൽ അത് അവൾക്ക് നമ്മളോട് വെളിപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. എന്തായാലും ആരാണ് അജ്ഞാത മെസ്സേജ് അയക്കുന്നതെന്ന് ആദ്യം അറിയട്ടെ അമ്മേ. അതോടെ മിക്കവാറും ചേച്ചിയുടെ കള്ളക്കളി പൊളിയും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോയി. ഇതേ സമയം പിന്നെ നമ്മുടെ ആദർശ് സേവ്യറെ കാണാനായിട്ട് ചെന്നു. ഇരിക്കും സാറേ. അപ്പോൾ എന്തായാലും സാറ് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിരുന്നില്ലേ നബിയെന്ന് പറഞ്ഞ്. ആ നമ്പറിലേക്ക് നിരന്തരം കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ദേ ഈ നമ്പറിൽ നിന്നാണെന്നും പറഞ്ഞു നമ്പർ കാണിച്ചു കൊടുത്തു. അപ്പോൾ ലൊക്കേഷൻ കിട്ടിയോ എന്ന് ചോദിച്ചേ. അപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനും കൊടുത്തു. അപ്പോൾ അവിടെ വിശദമായിട്ടൊരു അന്വേഷണം നടത്താമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും നടത്താമെന്ന് സേവ്യറും പറയുക. ചന്ദനത്തോപ്പിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുമ്പോൾ കുറച്ച് വീടുകളുണ്ട്, അവിടെയാണ് ഈ നമ്പറിൽ ലൊക്കേഷൻ കാണിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞു. അവിടെ സാറൊന്ന് അന്വേഷിച്ച് നോക്ക്, അതിനിടയ്ക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് മാത്രമല്ല നവ്യമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഈ പറയുന്ന ആൾക്കുള്ളതെന്ന കാര്യവും പറയുന്നു. അപ്പോൾ അതെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ വിളിക്കത്തില്ലല്ലോ എന്നും. നവ്യയ്ക്ക് ഈ പറയുന്ന ആളുമായിട്ട് മാത്രം ഇപ്പോൾ കമ്മ്യൂണിക്കേഷനുള്ളൂ, വേറെ ആരെയും ഇപ്പം അത് അങ്ങനെ വിളിക്കുന്നില്ല. അതും അങ്ങോട്ടും ഇങ്ങോട്ടും വിളി പോയിട്ടുണ്ട്. രാത്രി ഒരു 1 മണിക്ക് ശേഷമൊക്കെ അവർ തമ്മിൽ സംസാരിച്ചതായിട്ടും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ അജ്ഞാതനെ കണ്ടെത്താൻ വേണ്ടി വളരെ കുറച്ച് സമയം മാത്രം മതിയല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളെന്ന് പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ശരി സേവ്യറെ, ഞാൻ സേവ്യർ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അതുപോലെ നയനയെ വിളിച്ച് ഇപ്പോൾ തന്നെ ചോദിക്കാം അവിടെ നവ്യയുടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന്. ശരി സാർ, അപ്പം ഞാൻ പോയിട്ട് സേവനെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ ആദർശ് അങ്ങ് പോകുന്നു. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് നവ്യയും കൂട്ടുകാരിയും കൂടെ ഇറങ്ങുക. അപ്പോൾ അങ്ങനെ ആദർശ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയും കൂട്ടുകാരിയും കൂടെ പോകുന്നതാണ്. അപ്പം നവ്യ പോയ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഈ വണ്ടി ആദർശ് കണ്ടു. നോക്കിയപ്പോൾ ആ പെൺകുട്ടിയും അതുപോലെ നവ്യയും കൂടി ഇറങ്ങി വരുന്നു. ഇത് ആദർശ് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഇവർ വിചാരിച്ചത് ആൺസുഹൃത്താണെന്നുള്ളതാണ്. പക്ഷേ പെൺസുഹൃത്ത് ആണെന്നുള്ള ആ ഒരു ഇത് ആദർശന് കിട്ടിയില്ല. പെട്ടെന്നാണ് അന്ന് ആശുപത്രിയിൽ വെച്ചുള്ള ആ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞ ആ മുഖം അത് ആദർശം ഓർത്തത്. പെട്ടെന്ന് ഫോണിലെടുത്ത് നോക്കിയപ്പോൾ ആ പെണ്ണ് തന്നെ. അങ്ങനെ നവ്യയും ആ പെണ്ണും കൂടി അങ്ങനെ കയറിപ്പോയി. അപ്പോൾ മെസ്സേജുകാരിയുടെ വീട് മാത്രമല്ല അവളെയും നവ്യയും ഒന്നിച്ച് കാണാനും പറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക ആദർശ് വണ്ടിയിലിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ആദർശ് വീട്ടിലോട്ട് പോയി ഇരുന്ന് ആലോചന തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ നയനയുണ്ട് കൂട്ടത്തിൽ. 2 പേരും കൂടെ ആലോചിക്കുവാണ്. അപ്പോൾ ആ അജ്ഞാത നമ്പറിൻ്റെ അവകാശി ഈ പറയുന്ന നമിതയാണെങ്കിൽ ചേച്ചി നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നയന പറയുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആദർശ്. നമ്മുടെ ഓരോ നീക്കങ്ങളും അവൾ ചോർത്തിയെടുക്കുന്നതാണെങ്കിലോ. അപ്പോൾ ആദർശേട്ടൻ അന്ന് ആ ഫംഗ്ഷനും വന്നില്ലല്ലോ. അനിയും ഞാനും കൂടെ പങ്കെടുത്ത ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ അന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ അബിയുടെയും ഡേവിഡിൻ്റെയൊക്കെ മുഖം ഇരുണ്ടത് ഞാൻ കണ്ടതാണെന്ന് നയന പറയുകയാണ്. പക്ഷെ ആ സമയത്തെ ചേച്ചിയുടെ മുഖത്ത് വലിയ വിഷമമൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് നയന ഇങ്ങനെ പറയണു. ഞാൻ നോക്കുമ്പോൾ ഒരു ഗൗരവത്തിൽ നിന്നെങ്കിലും അല്ലാത്തപ്പോഴൊക്കെ ചേച്ചി ഹാപ്പി ആയിട്ടാണ് നിന്നതെന്ന കാര്യം നയന ആദർശനോട് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ പല സംഭവങ്ങളും നടക്കുമ്പോൾ ചേച്ചി നിസ്സംഗയായിട്ടാണ് നിന്നിട്ടുള്ളതെന്നും പറയാം. നമ്മൾ മുഖം തിരിക്കുമ്പോൾ ചേച്ചി സന്തോഷിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നും ഇപ്പം നീ പറഞ്ഞപ്പോഴേ എനിക്കും അങ്ങനെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു ആദർശേട്ടൻ അറിയാലോ, ഞങ്ങളുടെ വീട്ടിൽ സ്വന്തം കാര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരാളായിരുന്നു ചേച്ചി. പക്ഷേ ഇവിടെ അബി ചേച്ചിയുടെ ലൈഫ് വെച്ചിട്ടാണ് ശരിക്കും കളിച്ചത്. അവിടെ എൻ്റെ അമ്മയാണ് അബിയുടെ തെറ്റുകൾ ചേച്ചിയെ ചൂണ്ടിക്കാണിച്ചത്. അതത്ര നിസാരമായിട്ട് ചേച്ചി തള്ളിക്കളയും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം അവൾ സത്യങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ചോദിക്കുക ആദർശ്. നമിതയുടെ മെസ്സേജുകൾ നമ്മളെ അപകടത്തിൽപ്പെടുത്താനായിരുന്നില്ലല്ലോ, രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ചേച്ചിയുടെ പോക്ക് നേർവഴിക്കാണെന്ന് തന്നെ കരുതേണ്ടി വരില്ലേ എന്ന് ചോദിച്ചേ. അങ്ങനെയാണെങ്കിൽ അവൾക്കത് നിന്നോടെങ്കിലും പറഞ്ഞുകൂടെയും ചോദിക്കുമ്പം അവിടെയാണ് എനിക്കൊരു സംശയം നിലനിൽക്കുന്നത്. അമ്മയും അച്ഛനെയും കാണുമ്പോൾ പോലും വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് ചേച്ചി പ്രതികരിക്കുന്നത്.
എന്തായാലും നാളെ തന്നെ അറിയാം ഇതിൻ്റെ ഡീറ്റെയിൽസ് നാദർശ്. അവർ തമ്മിൽ അയച്ച മെസ്സേജുകളൊക്കെ സേവിയർ ചോർത്തു എന്നുള്ള കാര്യവും പറഞ്ഞു. അതിനുശേഷം നമുക്ക് നിന്റെ ചേച്ചിയെ കൈയോടെ പിടിക്കാമെന്നും പറഞ്ഞു. അപ്പം ചേച്ചി നമ്മളെ സഹായിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ AN ജ്വല്ലറിയും അഭിയൊക്കെ തകർക്കാനാണ് നോക്കിയിരിക്കുന്നതെന്നുള്ള കാര്യം നയന പറയാം. പിന്നെ അങ്ങനെ ഒരു നാടകം ചേച്ചി കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഈ സത്യങ്ങളൊക്കെ അഭിയെയും അവൻ്റെ അമ്മയെയും അറിയിക്കാൻ പാടില്ല എന്ന് നയന ആദർശനോട് പറയണം. അനിയുടെ അഭിപ്രായത്തിൽ അവന്തിക അത്ര നല്ല സ്വഭാവക്കാരി അല്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവളുടെ ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് എനിക്ക് അത്രയൊന്നും തോന്നുന്നില്ല എന്ന് നയന. എന്നാലും അനി അങ്ങനെ ഒരു സംശയം പറഞ്ഞ സ്ഥിതിക്ക് അവളോടും നമ്മളൊന്നും പറയണ്ട എന്ന കാര്യവും നയന പറയാം. എങ്ങനെയെങ്കിലും ചേച്ചി അബിയുടെ തെറ്റുകളൊന്നും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നും നയന പറഞ്ഞ് അങ്ങനൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക രണ്ടുപേരും കൂടിയേ. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് അബിയും നാഗേന്ദ്രനും കൂടെ കാണുന്നത്. അപ്പം നാഗേന്ദ്രൻ മകനുമായിട്ട് സംസാരിക്കുന്നു. ഇന്നിപ്പം അനഘ രക്ഷപ്പെട്ടതിനെ പറ്റി പറയുകയാണ്. അവനെ ആരൊക്കെയോ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ടെന്നുള്ള കാര്യം അച്ഛൻ മോനോട് പറയുന്നു. അതാരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നിൽക്കുക അവിടെ. നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്നത് ആരാണെന്ന് ഈ നാഗേന്ദ്രൻ ചോദിക്കുമ്പം അച്ഛാ മാളവികയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, അവൾ പോയല്ലോ, നമ്മുടെ ഫോണൊക്കെ ആരോ ചോർത്തുന്നുണ്ട് മോനെ എന്ന് നാഗേന്ദ്രൻ. പ്രത്യേകിച്ച് നിന്റെ ഫോൺ കോളുകൾ. പ്രത്യേകിച്ച് ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കുക അബി. അവൾ നടന്നു തുടങ്ങി അനഘ. ഇനി അവൾ സംസാരിച്ച് തുടങ്ങിയാൽ നിനക്കെതിരെ നിർത്താൻ പറ്റിയ ഏറ്റവും ശക്തമായ തെളിവാണ് അവൾ. അപ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അച്ഛാ. നവ്യ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് തന്നെ അത് പിന്നെ അത് ഭീഷണിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം നവ്യയുടെ എൻ്റെ വീട്ടിലുള്ളവർ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത്. അത് അച്ഛനറിയാമോ? പിന്നെ നവ്യ സത്യം അറിഞ്ഞിട്ട് എനിക്കെതിരെ തിരിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞു പോലും കാണത്തില്ല പിന്നെ എനിക്കൊപ്പം നിൽക്കാനായിട്ട്. അച്ഛനറിയാവല്ലോ, അച്ഛനും ഞാനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് അമ്മ പോലും എനിക്കിപ്പോൾ എതിരാ. അതുകൊണ്ട് അനക്ക് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് നബി പറഞ്ഞപ്പം DNA ടെസ്റ്റ് നടത്താനായിട്ട് നവ്യ ഡേവിഡിനെ സമീപിച്ചത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നീ അന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പോഴും അവളുടെ വിശ്വാസം ചന്തുമോള് നിൻ്റേതല്ല എന്നുള്ളതാണെന്നും പറഞ്ഞ് അച്ഛൻ മോനെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അത് പൊളിയാനേ ഒരൊറ്റ നിമിഷം മതിയെന്ന് നീ ഓർത്തോളണമെന്ന് പറഞ്ഞു. മോനെ, നിന്നെ ന്യായീകരിക്കുമ്പോഴും നിന്റെ ആ പ്രവൃത്തിയിൽ എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് ഇയാൾ പറയാം. ഓരോ പെൺകുട്ടികളെയും അങ്ങനെ ചതിക്കാനൊന്നും പാടില്ല എന്ന് നാഗേന്ദ്രൻ പറയാം. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്റെ അമ്മയെ പിരിഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ പുറകെ ഇന്ന് വരെ പോയിട്ടില്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചതെന്ന് നാഗേന്ദ്രൻ പറയാം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങി വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു. അങ്ങനെയുള്ള എനിക്ക് നീ അനഘയോട് ചെയ്ത വഞ്ചന ഉൾക്കൊള്ളാനൊന്നും പറ്റുന്നതല്ല എന്നൊക്കെ നാഗേന്ദ്രൻ പറയുവാണ്. നിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാ ഞാൻ അവളെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു നാഗേന്ദ്രൻ. അപ്പോഴും നിന്റെ മോളോട് ഞാനത് ചെയ്തില്ല. മോനെ, ചന്തുമോള് നിന്റെ ചോരയാണ്. ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണമെന്ന് പറഞ്ഞപ്പം ആ ഓർമ്മയൊക്കെ എനിക്ക് ഉണ്ടച്ചാ. പക്ഷേ മോളെ എനിക്ക് സ്നേഹിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ സ്നേഹിച്ച നവ്യ സംശയിക്കില്ലേ എന്ന് ചോദിച്ചു അബി. നിന്റെ ഈ പറച്ചിലിൽ ഞാൻ വലിയ ആത്മാർത്ഥതയൊന്നും കാണുന്നില്ല. നിനക്ക് നിന്റെ കുഞ്ഞിനോട് ഒരു തരത്തിലുള്ള സ്നേഹവാത്സല്യവും ഇല്ലെന്ന് എനിക്കറിയാം. പിന്നെ കുഞ്ഞിനെ കൂടി കൊന്ന അത്രയും നല്ലത്. അങ്ങനെയാ നിന്റെ പോക്കെന്ന് പറഞ്ഞ് നാഗേന്ദ്രനും അഭിയുടെ നേരെ തിരിയുന്നു. അപ്പോൾ അത് അച്ഛൻ്റെ വെറും തോന്നലാണെന്ന് അഭി പറഞ്ഞപ്പോൾ മനുഷ്യ മനസ്സിനെ ഞാൻ അറിഞ്ഞതുപോലെ നീ അറിഞ്ഞിട്ടില്ല മോനെ എന്ന് പറഞ്ഞു നാഗേന്ദ്രൻ അന്നേരം. അതുകൊണ്ട് ഇനി നിന്റെ ഭാഗം ന്യായീകരിക്കാനൊന്നും നീ എൻ്റെ മുന്നിൽ നിന്ന് നോക്കണ്ടെന്നും പറഞ്ഞു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പോലും കൃത്യമായി വീക്ഷിക്കുന്ന 2 കണ്ണുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും നാഗേന്ദ്രൻ അഭിയോട് പറയാം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കാണുന്നത് പോലും ഒരുപാട് കുറയ്ക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര ഒരു പേടി, ടെൻഷൻ. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന ജലജയാട്ടോ. ജലജ ഇങ്ങനെ അതിൽ നടന്ന് കയറി വരുന്നു. അപ്പോൾ നയനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ജലജ ഇങ്ങനെ കയറി വന്ന് നയനെ ഇങ്ങനെ നിൽക്കുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവൾ ആലോചിച്ച് കൂട്ടുക അവളുടെ അനിയത്തി ഇങ്ങനെ ഇവിടെ കയറ്റാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ എന്നിട്ട് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നയന ജലജയെ കണ്ടു. നവീനും നന്ദുവിനെ ആലോചിച്ചല്ലോ, പിന്നെ എന്തിനാ അവൾക്ക് അനിയെ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ജലജ വന്ന് ചോദിച്ചു. അവൾ അങ്ങനെ നിന്നിട്ടില്ല. അനിയാണ് നന്ദുവിനെ വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നതെന്ന് പറയുന്ന നയനയോട് ഇതൊക്കെ കനകയുടെ ദുർമന്ത്രവാദം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ജാനകി പോലും പറയുന്നതെന്ന് ജലജ. അല്ലെങ്കിലേ ഇതുപോലുള്ള നല്ല നല്ല പയ്യന്മാർക്ക് ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളെ കിട്ടുമെന്ന് ചോദിച്ചു. അവരൊക്കെ എന്തിനാ ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? അങ്ങനെ ദുർമന്ത്രവാദം നടത്തി കാര്യം സാധിക്കാൻ കഴിയുമെങ്കിൽ അപ്പച്ചിക്ക് അത് ചെയ്തുകൂടെ എന്ന്
ഞാൻ ചോദിക്കാട്ടോ, അനിയുടെ മനസ്സ് മാറി അവന്തികയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ദുർമന്ത്രവാദിയെ പോയി ഒന്ന് കണ്ടൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഒന്നും നടത്തേണ്ടതൊന്നും അല്ലടി വിവാഹം എന്ന് പറയുന്നത്. നിന്റെ അമ്മ എന്തൊക്കെ ദുർമന്ത്രവാദം നടത്തിയാലും നന്ദു ഈ വീടിൻ്റെ പടി കടന്ന് വരില്ല എന്നും പറഞ്ഞായി. പിന്നെ അതെൻ്റെ നിലപാടല്ല, എന്നേക്കാൾ കൂടുതൽ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് അനിയുടെ അമ്മയാണെന്ന് ജലജ. അങ്ങനെ അവൾ ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇനി അനിയുടെ ലൈഫിൽ ഞാൻ ഇടപെടില്ല എന്ന്. അവൻ എന്താണോ ഇഷ്ടം അതിനൊപ്പം ഞാനും ആദർശനും നിൽക്കൂ എന്ന് നയന പറഞ്ഞപ്പോൾ, അല്ലെങ്കിലും നീയൊക്കെ അങ്ങനെ നിൽക്കത്തുള്ളടി, അതറിയാടി. പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന അച്ഛൻ്റെ അമ്മയുടെ മോളല്ലേ നീ, അപ്പം നിനക്ക് അഭിനയിച്ച് തകർക്കാനൊക്കെ പറ്റും. അന്നേരം ആയിക്കോട്ടെ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, സ്നേഹിക്കുന്നവരെ വേർപിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നും അവരാണ് കൂടി ചേരേണ്ടതെന്നുള്ള കാര്യവും നമ്മുടെ നയന ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോഴത്തേക്കും ദേഷ്യം പിടിച്ച് ജലജ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.